ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ടിൻ്റേതാണ്. ഡെസേർട്ടായിട്ടോ വെൽക്കം ഡ്രിങ്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചധികം തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര കപ്പ് സാഗോ സീഡ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചവ്വരിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ സാഗോ സീഡ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉടനെ ഒന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ നമ്മുടെ സാഗോ സീഡ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് പാല് നമ്മൾ ഈ അറ്റത്ത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരറ്റത്തായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ്. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സീസൺ ആണല്ലോ. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരു മാങ്ങേൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല ഫ്ലേവറുള്ള മാങ്ങ നോക്കി നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മുടെ സാഗോ സീഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സാഗോ സീഡ് തമ്മിലൊട്ടാണ്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം അതും അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നമ്മുടെ ഈ മാങ്ങ ഒന്ന് കട്ടാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൽ നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലില്ലേ അതിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി പാൽ അവിടെ വയ്ക്കുക. ഈ കുറച്ച് പാല് ചേർത്ത് ഇത് നന്നായിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ 1 ടീസ്പൂണോളം നമ്മുടെ കസ്കസ് ഇല്ലേ അത് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ പാലിലേക്കാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലില്ലേ അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ എടുക്കുമ്പോൾ നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുത്താൽ നമ്മളെ ഡെസേർട്ട് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സാഗോ സീഡ് ചേർത്ത് കൊടുക്കുക. ഇതൊരു പായസമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ്ട് സാഗോ സീഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മാംഗോ സ്ലൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് കുടിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാങ്ങ ചേർക്കുമ്പോൾ ഉടഞ്ഞു പോകാണ്ടുള്ള മാങ്ങ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകാത്ത മാങ്ങ ചേർക്കുക. നമ്മൾ ജ്യൂസാക്കുന്ന സമയത്ത് കുറച്ച് ഉടഞ്ഞ മാങ്ങയായാലും പ്രോബ്ലമൊന്നും ഇല്ല. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാകുമ്പോൾ നമ്മൾ അടിപൊളി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് പൊടിച്ചതോ അങ്ങനെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്ത് ചേർത്താലും ഒരു ഫ്രൂട്ട് സലാഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടോ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ എന്തായാലും മാങ്ങയുടെയൊക്കെ സീസണാണ്, എല്ലാവർക്കും മാങ്ങയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഇനിയെങ്കിലും മാങ്ങ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ, എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.